ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ട്രംപിന്റെ താരിഫ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധ കാഹളം, അപ്പൊ അതിനെ ഇന്ത്യ എങ്ങനെ ഫലപ്രദമായി നേരിടും എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഒക്കെ നമുക്ക് രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലുള്ളൊരു പ്രശ്നം വളരെ ലാഘവത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായത്തെ, ഇന്ത്യയുടെ എക്സ്പോർട്ടിനെയൊക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നുണ്ട്. അമേരിക്കയിലേക്ക് വിസിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കൻ തമ്മിൽ മോഡിയുടെ അമേരിക്കൻ സന്ദർശന സമയത്ത് ഇന്ത്യ അമേരിക്കൻ തമ്മിൽ പല മേഖലകളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള പിന്നെ ട്രേഡ് അല്ലെങ്കിൽ ഇക്കണോമിക് കൊമേഴ്സ്, വ്യാപാര ബന്ധങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ 2030 ഏകദേശം $500 ബില്യൺ ട്രേഡ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ട്രേഡിലായി $500 ബില്യൺ വ്യാപാരം നടക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയാണ് അത് പ്രഖ്യാപിച്ചത്. അപ്പൊ അത് 2030 അത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും ഒത്തിരി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുകയും പലതരത്തിലുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ സംഭവിച്ചാൽ മാത്രമേ ആ ഒരു വലിയൊരു പിന്നെ എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഭീമാകാരമായിട്ടുള്ള അളവിലേക്ക് അത് പോകാൻ സാധിക്കത്തുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വാണിജ്യ മന്ത്രി അമേരിക്കയിലേക്ക് പിന്നെ ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ടെൻഷൻ അതിനെ ഒന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ അങ്ങോട്ട് യാത്ര തിരിച്ചത് എന്നുള്ളൊരു വാർത്തയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ 2 പറഞ്ഞിരിക്കുന്നത് റെസിപ്രോക്കൽ തത്തുല്യ ടാരിഫ് പല രാജ്യങ്ങൾക്കെതിരെയും ഇന്ത്യയും അതിനകത്തിൽ ഉൾപ്പെടും. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞ വാക്ക് നയം ആയിട്ട് രൂപാന്തരപ്പെടുകയാണെങ്കിൽ, പരിണമിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് വളരെ ആഘാതമായിരിക്കും സൃഷ്ടിക്കുന്നത്. വളരെ വലിയൊരു തിരിച്ചടിയായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഈ വിസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആണ് നേരത്തെ കൂട്ടി തീരുമാനിച്ചാലെന്ന് പറയുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ബന്ധപ്പെടുത്തുവാനും അല്ലെങ്കിൽ പുതിയ കരാറുകൾ രൂപപ്പെടുത്തുവാനൊക്കെയുള്ള ശ്രമങ്ങൾ അതിനകത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ ട്രംപ് ബിസിനസ് ആസ് യൂഷ്വൽ ഇന്ത്യയും ഉന്നമിടുന്നുണ്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇന്ത്യയും ചൈനയും ബ്രസീലും ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ടാരിഫ് മേക്കേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ ടാരിഫ് ഈടാക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ. അതിനകത്തിൽ ഇന്ത്യ ഒട്ടും പുറകിലല്ല എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് എടുത്തെടുത്ത് അദ്ദേഹം എപ്പോഴെല്ലാം ഈ വിഷയമായിട്ടുള്ള ചർച്ചകളിലും അല്ലെങ്കിൽ കോൺഫറൻസിലും അല്ലെങ്കിൽ സ്പീച്ചിലും ഒക്കെ പുള്ളി വളരെ ശക്തമായിട്ട് ഇന്ത്യയെ എതിർക്കുകയും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നൊക്കെ. ഇപ്പോൾ ട്രംപിന്റെ മുമ്പിൽ ചൈന, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങളാണ് ഓൾറെഡി അവർക്കെതിരെ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അപ്പം ഈ രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ട്രംപ് കൂട്ടിയതോടുകൂടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാരിഫ് കൂട്ടിയതോടുകൂടി ആ രാജ്യങ്ങൾക്കും വെറുതെ ഇരിക്കാൻ സാധിക്കത്തില്ല. ആ രാജ്യങ്ങൾക്കും റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രാജ്യങ്ങളും തീർച്ചയായിട്ടും അവർക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് ആക്ട് ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ അവർ അമേരിക്കക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തുവാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയും മാർച്ച് 10 മുതൽ, അതായത് ഇന്ന് മുതൽ അമേരിക്കയിൽ നിന്നുള്ള പലതരത്തിലുള്ള ഈ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് 15% വരെ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്.
അത് ഇന്ന് മുതലാണ് അത് പ്രാവർത്തികമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് മുതൽ ചൈന അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ട്. അപ്പം വ്യാപാര യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു രാജ്യത്തിനെ മാത്രമല്ല, വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളെ ഒരുപോലെ തന്നെ ബാധിക്കും. രണ്ട് രാജ്യങ്ങളെ ബാധിക്കും എന്ന് മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണെങ്കിൽ, ഇപ്പം ചൈനയും അമേരിക്കയും വളരെ ലോക ഗ്ലോബൽ എക്കോണമി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം മറ്റ് പല രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനും അതുപോലെ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും റിസഷൻ ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ടാകും. അപ്പം ഇതൊന്നും പരിഗണിക്കാതെ ഇപ്പം നമ്മൾ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്ന പോലെ തന്നെ പ്രായോഗിക സാമ്പത്തികം എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് വകവെക്കാതെ ട്രംപിനെയും യൂറോപ്യൻ യൂണിയനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ട്രംപിന്റെ ടാർഗറ്റ് യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് എല്ലാവരും പണി കൊടുക്കുന്നു എന്നാണ് ട്രംപിന്റെ അഭിപ്രായം. അത് ഇന്ത്യ ആയാലും ശരി, ചൈന ആയാലും ശരി, എല്ലാവരും അമേരിക്കയെ ചൂഷണം ചെയ്ത് അമേരിക്കയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വളരുകയാണ്, നിങ്ങൾ മെച്ചപ്പെടുകയാണ്, നിങ്ങളുടെ വ്യാപാരം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുകയാണ്, അമേരിക്കയ്ക്കാണ് എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് ട്രംപ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അതിൽ ട്രംപ് ചൈനയെ ഒഴിവാക്കുന്നില്ല, ഇന്ത്യയെ ഒഴിവാക്കുന്നില്ല, മെക്സിക്കോയെ ഒഴിവാക്കുന്നില്ല, കാനഡയെ ഒഴിവാക്കുന്നില്ല, യൂറോപ്യൻ യൂണിയനെ ഒഴിവാക്കുന്നില്ല, ജപ്പാനെ ഒഴിവാക്കുന്നില്ല. ഒരു രാജ്യം പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ബ്ലോക്ക്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്നൊരു ബ്ലോക്കാണ്, ബ്ലോക്ക് ഓഫ് നേഷൻ, അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഓഫ് നേഷനാണ്. അപ്പോൾ അതാണ് ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെയോ ട്രേഡിംഗ് ബ്ലോക്കിനെ ഒന്നും ട്രംപ് ഒഴിവാക്കുന്നില്ല. അപ്പം ഏപ്രിൽ ഈ പറഞ്ഞ 2-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇന്ത്യക്കെതിരെയും ഇന്ത്യ അതിന് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ ട്രംപിന്റെ ഈ എന്താണ് പറയുന്നത്, നികുതി ചുങ്കത്തിന്റെ ഒരു ഇതിൽ നമ്മളെയും ടാർഗറ്റ് ചെയ്യപ്പെടും, അല്ല ഇന്ത്യയും ടാർഗറ്റ് ചെയ്യപ്പെടും എന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന ആശങ്ക നിലനിൽക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ, വാണിജ്യമന്ത്രി പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി നിശ്ചയിക്കാത്ത ഒരു മീറ്റിംഗ് ആയിട്ട്, നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്യാത്ത, നേരത്തെ സ്പെസിഫൈ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതായിരിക്കുമല്ലോ പല മീറ്റിങ്ങുകളും എന്നുള്ളത്. അപ്പം അങ്ങനൊന്നും ഉള്ള സാഹചര്യത്തിലല്ല ഇപ്പോൾ നമ്മളുടെ വാണിജ്യമന്ത്രി അങ്ങോട്ട് പോയത്. അപ്പം അത് ഈ പറഞ്ഞൊരു പ്രശ്നത്തെ ലഘൂകരിക്കാനും അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയുടെ മൊത്തം അമേരിക്കയിലേക്ക് ചെല്ലുന്ന ഇറക്കുമതിയിൽ 2% മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ഷെയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അമേരിക്കയെ സംബന്ധിച്ച് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചത് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷേ ഇന്ത്യയുടെ പ്രശ്നം ഈ കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വെല്ലുവിളികളാണ് ട്രംപ് ആക്ട് ചെയ്യുകയാണെങ്കിൽ. ഓൾറെഡി ഇവിടെ നമുക്കറിയാം, 2-3 അല്ല വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക സമരം നടക്കി, അത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ട്രംപ് ഈ കാർഷിക മേഖലയെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കാർഷിക എക്സ്പോർട്ടിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും അത് വീണ്ടും കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പം അത് ഇപ്പോൾ നിലനിൽക്കുന്ന കേന്ദ്ര സംവിധാനത്തിന് കൂടുതൽ തലവേദന ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും നമ്മുടെ വാണിജ്യമന്ത്രി അമേരിക്കയിൽ പോയി സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഇതോടെയാണ്. കാരണം ട്രംപ് നമ്മുടെ കാർഷിക മേഖലയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും. കാരണം കാർഷിക മേഖലയെ അത് വല്ലാതെ ബാധിക്കുന്നത് കൊണ്ട് വീണ്ടും കർഷക സമരം പോലുള്ള പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക, ഭയം കേന്ദ്ര ഗവൺമെന്റിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽസ്, കെമിക്കൽസ്, ഇതുപോലുള്ള
സെക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇനങ്ങളുടെ താരിഫ് താഴ്ത്തി ട്രംപിൻ്റെ നിലപാട് മയപ്പെടുത്താൻ ഇതിനകം സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓട്ടോമൊബൈൽസ്, പിന്നെ കെമിക്കൽസ്, ഇതുപോലുള്ള മേഖലകളിൽ. അപ്പോൾ ഈ പീയൂഷ് ഗോയലിൻ്റെ യാത്ര നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് BTA കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനൊക്കെ കൂടെ. അത് പ്രൈം മിനിസ്റ്റർ മോഡി അവിടെ യാത്ര വിസിറ്റ് ചെയ്തപ്പോൾ ഇരു രാജ്യങ്ങളിലും തമ്മിൽ തീരുമാനിച്ചൊരു കാര്യമാണ്. 2030 ആകുമ്പോഴത്തേക്ക് $500 ബില്യൺ ട്രേഡ് ഇരു രാജ്യങ്ങൾക്കിടയിലും വ്യാപാരം നടക്കണം. അപ്പം മിഷൻ 2030 എന്നൊക്കെ പറഞ്ഞാൽ, അല്ല മിഷൻ 500 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം ഈ വർഷം അതിൻ്റെ ആ ട്രേഡ് ഡീലിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് ഈ വർഷത്തോളം ആകുമ്പോഴത്തേക്ക് ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്ക് അത് ഫൈനലൈസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പീയൂഷ് ഗോയൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിനെ എല്ലാം മീറ്റ് ചെയ്യുന്ന പീയൂഷ് ഗോയലിന് തുല്യമായിട്ടുള്ള അവരുടെ കോമേഴ്സ് സെക്രട്ടറി അല്ലെങ്കിൽ ട്രേഡ് സെക്രട്ടറി ഒക്കെ ഉണ്ട്, അവരെയാണ് കാണുന്നത്. അപ്പോൾ റെസിപ്രോക്കൽ ടാരിഫ് ട്രംപ് കൊണ്ടുവരികയാണെങ്കിൽ, ഏപ്രിൽ 2-ന് ട്രംപ് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽസ്, കെമിക്കൽസ്, അഗ്രികൾച്ചർ, ഈവൻ IT സെക്ടറൊക്കെ വളരെ ആശങ്കയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ത്യ വളരെ കൂടുതൽ IT പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ അമേരിക്കയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ സെക്ടറിനെയൊക്കെ ട്രംപ് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ആഘാതമായിരിക്കും നമ്മുടെ ഇൻഡിവിജ്വൽ സെക്ടേഴ്സിന്, IT സെക്ടറിന് പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിക്ക് പൊതുവെ നമുക്ക് വലിയൊരു ആഘാതം സൃഷ്ടിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് വിട്ടുവീഴ്ചകളിൽ കൂടെ അതിനെ നേരിട്ടില്ലെങ്കിൽ, കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഭയങ്കരമായിരിക്കും. അപ്പോൾ ഓട്ടോമൊബൈൽസ്, കാരണം ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ ട്രംപ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തതും ത്രട്ടൺ ചെയ്യുന്നതൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്രോക്കൽ ടാരിഫ് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യക്ക് ഏകദേശം $7 ബില്യൺ നഷ്ടം ഒരു വർഷം ഉണ്ടാകും. അപ്പം $7 ബില്യൺ നഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് അത്രത്തോളം നമുക്ക് കുറയും. അപ്പോൾ അത് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെയൊക്കെ ബാധിക്കും. ഫോറിൻ എക്സ്ചേഞ്ചിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചൈനയെ പോലെ നമുക്ക് പെട്ടെന്ന് മറ്റൊരു മാർക്കറ്റൊന്നും കീഴടക്കാനോ അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. ചൈന ഓൾറെഡി ലോകത്ത് അവരെ 180 രാജ്യങ്ങളുമായിട്ട് അവർക്ക് ട്രേഡ് ഉള്ളത് കൊണ്ടും ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ ബ്ലോക്സ് ഓഫ് നേഷൻസ്, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആസിയാൻ രാജ്യങ്ങൾ, ഇതുപോലുള്ള ബ്ലോക്സ് ഓഫ് നേഷൻസുമായിട്ട് അല്ലെങ്കിൽ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളുമായിട്ടും ട്രേഡിംഗ് റിലേഷൻ ചൈനയ്ക്കുള്ളത് കൊണ്ട്, ആ ട്രേഡിംഗ് റിലേഷൻ ചൈനയ്ക്കുള്ളത് കൊണ്ടും ലോകത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള കൺസംഷൻ റിക്വയർമെൻറ്റ്സിനെ ചൈനയ്ക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് മുകളിൽ അമേരിക്ക ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാലും ചൈനയ്ക്ക് അവരുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന് വളരെ അത്യാവശ്യമാണ്. ഏത് ഉൽപ്പന്നവും ചൈനയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇതുപോലുള്ള പിന്നെ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വളരെ ശക്തമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചൈന നമ്മളോട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൗഹൃദത്തിൽ തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം അവർക്ക് അമേരിക്കയുമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ട്രേഡ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമ്മൾ. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. ഓൾറെഡി നമ്മൾ ഒത്തിരി അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ചൈനീസ് പ്രോഡക്ട്സിന്. ചൈനീസ് ഉൽപ്പന്നങ്ങളെ നമ്മൾ ഒത്തിരി ഒരു ഡംപിങ് മാർക്കറ്റാണ്, ഡംപിങ് യാർഡാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും ചൈനയ്ക്ക് ഈ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ് കാരണം നഷ്ടപ്പെടാൻ പോകുന്ന മാർക്കറ്റ് തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ആസിയാൻ രാജ്യങ്ങളിലെ ജപ്പാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ അവർക്ക് വിറ്റഴിച്ച് അവർക്ക് തീർച്ചയായിട്ടും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ അതുപോലുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന ട്രേഡ് ഏകദേശം 2023 $190 ബില്യൺ ആണ്. അതിനകത്തിൽ ഇന്ത്യക്കാണ് ഫേവറബിൾ ട്രേഡ് എന്നല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യ അത് അതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്നല്ല. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ട്രേഡിൽ ഫേവറബിൾ ട്രേഡ് ഇന്ത്യക്കാണ്.
എന്നുവെച്ചാൽ സർപ്ലസ് ഇന്ത്യക്കാണ്, അമേരിക്ക ഡെഫിസിറ്റ് ആണ്. എന്നുവെച്ചാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുകയും കുറച്ച് എക്സ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യയിലേക്ക് വന്നിട്ട്. അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും അതിൽ കുറച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഏകദേശം 83.77 ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ട് ഉള്ളപ്പോൾ നമ്മൾ ഏതാണ്ട് 40.12 ബില്യൺ ഡോളറിൻ്റെ ഇമ്പോർട്ട് മാത്രമേ ഉള്ളായിരുന്നു. എന്നുവെച്ചാൽ അമേരിക്കയിലേക്ക് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും കുറച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ട്രംപിൻ്റെ ക്ലെയിം അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ അവരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, വാങ്ങുക, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു. എന്നാൽ മാത്രമേ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡ് ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു വിഷയമായിട്ടാണ് പുള്ളി അതിനകത്തിൽ കൂടുതൽ എംബസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും നമുക്ക്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പീയൂഷ് ഗോയലിൻ്റെ യാത്ര. അപ്പം ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ ഓട്ടോമൊബൈൽസ്, കെമിക്കൽസ്, അഗ്രികൾച്ചർ, ടെക്സ്റ്റൈൽസ്, പിന്നെ IT സെക്ടർ, ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം, ഫാർമസ്യൂട്ടിക്കൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ ഇതിനകത്തിലൊക്കെ പണി വീണ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഈ ഇക്കോണമിയുടെ മുമ്പോട്ടുള്ള ഒരു യാത്രയ്ക്ക് വളർച്ച, ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് കണ്ടുപിടിക്കുക. കാരണം ഇന്ത്യൻ ടെക്സ്റ്റൈലിനായാലും ശരി, IT ആയാലും ശരി, ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ് ആയാലും ശരി, ഈ പറഞ്ഞ കെമിക്കൽസ് ആയാലും ശരി, പിന്നെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയാലും ശരി, ഇതെല്ലാം അമേരിക്കയിൽ നമുക്ക് വലിയ മാർക്കറ്റുള്ള അല്ലെങ്കിൽ വൻതോതിൽ നമുക്ക് ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇലക്ട്രോണിക്സ് സാമഗ്രികൾ. അപ്പം ഇതിൻ്റെയൊക്കെ മുകളിൽ ട്രംപിൻ്റെ പിന്നെ പിടി വീണ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതെല്ലാം പരസ്പരമായിട്ടുള്ള ചർച്ചകളിൽ കൂടെയും പരസ്പര വ്യാപാര കരാർ ഈ പറഞ്ഞ ഏപ്രിൽ 2-ന് മുമ്പിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്ത് സംസാരിച്ച് ഇരു രാജ്യങ്ങൾക്കും വലിയ പരിക്കില്ലാതെ, ഇരു രാജ്യങ്ങളുടെ കാര്യം പോട്ടെ, നമുക്ക് വലിയ പരിക്കില്ലാതെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ കോംപ്രമൈസ് ചെയ്ത് ബാക്കിയുള്ള മേഖലകളൊക്കെ വളരെ വിദഗ്ധമായിട്ട് അതിനെ ഡിപ്ലോമാറ്റിക്കായിട്ട് വിദഗ്ധമായിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിലും രാജ്യത്തൊട്ടാകെ നിലനിൽക്കുന്നുണ്ട്. അപ്പം പല കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ആവശ്യമുണ്ട്. വ്യാപാര മേഖല മാത്രമല്ല, പ്രതിരോധ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഒക്കെ തന്നെ ഇന്ത്യ അമേരിക്കയ്ക്ക് വളരെയധികം ആവശ്യമാണ്. പിന്നെ ഇന്ത്യ ഒരു വളരെ വലിയൊരു മികച്ച വിപണിയാണ്, അല്ലേ? ഒരു കൺസ്യൂമർ മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയുടെ പോസിറ്റീവായിട്ടുള്ള ചില ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അല്പം സമീപനം, വളരെ മയമുള്ള അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കാര്യം ശരിയാണ്. കാരണം അമേരിക്കയ്ക്ക് ഇപ്പം ചൈനയെ കൗണ്ടർ ചെയ്യാനും അല്ലെങ്കിൽ ചൈനയെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ സഹായം വളരെ അത്യാവശ്യമാണ്. തന്ത്രപരമായിട്ടുള്ള മേഖലകളിലും പ്രതിരോധപരമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ. പിന്നെ ഇന്ത്യ വലിയൊരു ബിഗർ ആയിട്ടുള്ള, എന്തും കൺസ്യൂം ചെയ്യാൻ അല്ല എന്തും അക്കോമഡേറ്റ് ചെയ്താൽ ഏത് പ്രോഡക്ട്സും കൺസ്യൂം ചെയ്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റി ഉള്ളൊരു മാർക്കറ്റാണ്, എക്കോണമിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ പിണക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തീർച്ചയായിട്ടും ചില കോംപ്രമൈസുകൾ, വിട്ടുവീഴ്ചകൾ ഒക്കെ ഉണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം ഏതൊക്കെയായിരിക്കും നമ്മളുടെ മേഖലകൾ ഇതിനകത്തിൽ ഉൾപ്പെടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാർഷിക വിഭവങ്ങൾ, അതുപോലെ തന്നെ ഈ ലോഹത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, സ്റ്റീല്, മെറ്റൽസിൻ്റെ കാര്യങ്ങൾ, കെമിക്കൽസ്, ജ്വല്ലറി, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണ സാധനങ്ങൾ, അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്ക റെസിപ്രോക്കൽ ടാരിഫ് അല്ലെങ്കിൽ ബദൽ ചുങ്കം ഏർപ്പെടുത്താൻ പോവുകയാണെങ്കിൽ നമുക്ക് പ്രഹരമേൽക്കാൻ സാധ്യതയുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ. അപ്പം അതുപോലെ കാർഷിക മേഖലയിലേക്കൊക്കെ ചുങ്കപ്രയോഗം, ഈ ട്രംപിൻ്റെ ടാരിഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാർഷിക വിഭവങ്ങൾ, കടൽ വിഭവങ്ങൾ, സീ പ്രോഡക്ട്സ്, മറൈൻ പ്രോഡക്ട്സ്. അപ്പോൾ ഇതിലൊക്കെ ഏകദേശം 40% വരെയൊക്കെ ചുങ്ക വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അമേരിക്കയിൽ നിന്നുള്ള ഈ ഒരു ഭീഷണി, ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ ഈ ഒരു സമീപനം നമ്മുടെ വിപണി, അതുപോലെ തന്നെ ബിസിനസ്, ഇതിനെയൊക്കെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്.
ഓഹരി വിപണിയിലടക്കം തുടർച്ചയായിട്ട് അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇതിനകത്തുള്ളൊരു സ്റ്റെബിലിറ്റി ഇതുവരെ കൈവന്നിട്ടില്ല. എന്താണ് ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു നിലപാട്? കാരണം ആ നിലപാട് വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് എന്താണോ അതിൻ്റെ ഫൈനലൈസേഷൻ തീരുമാനം എന്നുള്ള കാര്യം സംഭവിക്കാതെ ഇതിനകത്തുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല. സ്റ്റെബിലിറ്റി ഉണ്ടായതിനു ശേഷം മാത്രമേ വിപണിയിലെയും സ്റ്റോക്ക് മാർക്കറ്റിലെയും അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലൊക്കെ ഒരു പിന്നെ റിലീഫ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിനെ മറികടന്നിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു വഴി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അതൊരു ക്ലിയർ ആയിട്ടില്ല. കാരണം ഇപ്പോഴും അതൊരു ഇൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇനിയും ഈ ഏപ്രിൽ 2 ആകുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഇടപാടുകളും എന്താ ട്രേഡ് ഡീൽസും ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു ടെൻഷനിൽ ഒരു അയവ് വരികയും അല്ലെങ്കിൽ ഒരു സ്ഥിരത കൈവരിക്കുകയും ചെയ്യും. കാരണം സ്ഥിരതയില്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്റപ്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ എക്കോണമി. അമേരിക്കയെ സംബന്ധിച്ച് ഒരു വിഷയമല്ല, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും വിപണിയായാലും ബിസിനസ് മേഖലയായാലും പ്രത്യേകിച്ച് നമ്മൾ ഈ എടുത്തു പറയത്തക്ക ഈ മേഖലകളെല്ലാം തന്നെ സ്റ്റീല്, മെറ്റൽസ്, കെമിക്കൽസ്, ഓട്ടോമൊബൈൽസ്, അഗ്രികൾച്ചർ, IT, ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈല്, ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ്. അപ്പോൾ ടാരിഫ് ഈ മേഖലയെ വല്ലതും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വളരെ ബില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോറിൻ റിസർവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ GDP-യെ ബാധിക്കുമല്ലോ. കാരണം ഇക്കോണമി പുറമോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ GDP-യെ വളർച്ചയും ബാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നോട്ട് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകളും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താണ് പറയുന്നത് ഡ്രീംസ് ഒക്കെ ഉണ്ടല്ലോ. കാരണം ഇത്ര വർഷമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത്ര ട്രില്യൺ ഡോളർ GDP ഉള്ളൊരു എക്കോണമിയായി മാറും. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയ്ക്കൊക്കെ വളരെയധികം ആഘാതമേൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധി വളരെ വിദഗ്ധമായിട്ട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചില കോംപ്രമൈസുകളൊക്കെ അമേരിക്കയോട് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ നേരത്തെ ട്രംപിൻ്റെ ഡിമാൻഡ് പോലെ തന്നെ ഡിഫൻസിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ വാങ്ങി അമേരിക്കയെ സൂപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രൊവാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു കോംപ്രമൈസുകൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യക്കായിരിക്കും. കാരണം നഷ്ടപ്പെടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് അപ്പോൾ ഈ പീയൂഷ് ഗോയലിൻ്റെ വിസിറ്റിൻ്റെ ശരിക്കുള്ള റിസൾട്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. അപ്പോൾ അതിന് വരും ദിവസങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഏതൊക്കെ കരാറുകളാണ് ഒപ്പിടാൻ പോകുന്നത് അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ്, പ്രത്യേകിച്ച് ടാരിഫാണ് വിഷയം. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്തിൽ ഇന്ത്യ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരുത്താൻ പോകുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു വിവരം നമുക്ക് ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഐ ആം താങ്കിങ് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗുഡ് ബൈ.